സാർ, ഈ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇനി എത്ര കാലം മുന്നോട്ട് പോകുന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിതിലേക്ക് വരുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ എപ്പോഴായിരിക്കും ഒരു ഉത്തരം കിട്ടുക? ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ വന്നത് അധികം കാലം ഓടുകയില്ല. അങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതുമല്ല. കാരണം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, പ്രതിപക്ഷ കക്ഷി, അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നിട്ടാണ് ഈ പ്രക്ഷോഭം നടത്തിയത്. വിജയത്തിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയത്തിൽ എത്തിച്ചതും. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താലിബാൻ രീതിയിലുള്ള ഭരണമാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ നടക്കുന്ന കൂടിയാലോചനകളൊക്കെ വെച്ചിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ അമീർ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ, MBBS ഡോക്ടറാണ്. അമീർ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഷഫീഖുർ റഹ്മാൻ. ഈ ഷഫീഖുർ റഹ്മാനെയും മറ്റും കഴിഞ്ഞ ദിവസം ഈ കുവാമി പണ്ഡിതർ പോയി കണ്ട് അവരുടെ പിന്തുണ അറിയിച്ചതായിട്ട് പുതിയ റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇങ്ങനെ ഈ മതമൗലികവാദികൾ എന്ന് പറയുമല്ലോ, യാഥാസ്ഥിതികർ, അങ്ങനെ യാഥാസ്ഥിതിക സംഘടനകളൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയൊന്നും അല്ലായിരുന്നു, BNPയുടെ കൂടെയൊന്നും അല്ലായിരുന്നു എല്ലാവരും. പക്ഷെ എല്ലാവരും നമ്മൾ ശത്രുക്കളാണെങ്കിൽ പോലും ഈ ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഈ ജമാഅത്തെ ഇസ്ലാമി അമീറിനെ പോയി കണ്ട് വന്ദിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 18-ാം തീയതി കഴിഞ്ഞ ദിവസം ഈ ഖുവാമി മദ്രസകളുടെ സംഘടന ഹെഫാസത്ത് ഈ ഇസ്ലാം യോഗവും ചേർന്നിരുന്നു. യോഗം ചേർന്ന് അവർ ഈ ജമാഅത്തെ ഇസ്ലാമി, പ്രത്യേകിച്ച് ഷഫീഖുർ റഹ്മാന് പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഖുവാമി പണ്ഡിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുവാമി മദ്രസകൾ എന്ന് പറഞ്ഞാൽ ഈ ഔദ്യോഗികമായിട്ടുള്ള മദ്രസകൾ അല്ല, അതല്ലാതെ രജിസ്റ്റർ ചെയ്യാത്ത ഈ മദ്രസ സംഘടനകളാണ് അവിടെ ഈ ഖുവാമി എന്ന് പറയപ്പെടുന്നത്. 2 തരം മദ്രസ സംഘടനകളാണ്. ഒരെണ്ണം അവിടെ മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ട്. ആ മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത്. ഈ ഖുവാമി കഴിഞ്ഞ ദിവസം ഈ അമീറിന് പിന്തുണ കൊടുത്തവർ ഈ ഖവൂമി പണ്ഡിതന്മാർ, അവർ ഈ ഔദ്യോഗിക ബോർഡ് നടത്തുന്ന മദ്രസകളല്ല, അവർ തന്നെത്താനെ സ്വകാര്യമായിട്ട് മദ്രസകൾ നടത്തുന്നവരാണ്. പക്ഷെ കൂടുതൽ മദ്രസകൾ 64,000-ഓളം ഇവ ഖുവാമിയുടെ കയ്യിലാണെന്നാണ് കാണുന്നത് കണക്കുകളിലൊക്കെ. മറ്റവരുടെ കയ്യിൽ 25,000-ഓളം മദ്രസകളേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പിന്തുണയുള്ള വിഭാഗം ഇവരാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഈ കാഴ്ചയ്ക്കും കൂടിയാലോചനകൾക്കൊക്കെ പ്രാധാന്യം കൈവരുന്നത്. അവർ സംഭാവന കൊണ്ട് മാത്രമാണ് ഈ ഖുവാമി നിലനിൽക്കുന്നത്. അവരുടെ ബിരുദത്തിന് ഈ സർക്കാർ തലത്തിൽ വലിയ വിലയൊന്നുമില്ല, ആ മദ്രസകളിൽ നിന്ന് കൊടുക്കുന്ന ബിരുദത്തിന്. മറ്റ് മദ്രസകൾക്ക് ആലിയ മദ്രസ എന്നാണ് പറയുക. അത് ആലിയ മദ്രസകൾ കൽക്കട്ടയിലെ ഈ ആലിയ വിഭാഗത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്നവരാണ്. കൽക്കട്ടയും ബംഗ്ലാദേശും ഒന്നിച്ച്, ബംഗാളും ബംഗ്ലാദേശും ഒന്നിച്ച് കിടക്കുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നുള്ള പൈതൃകം അവകാശപ്പെടുന്നവരാണ് ഈ ഒഫീഷ്യൽ ഔദ്യോഗിക മദ്രസ വിഭാഗം ആലിയ എന്ന് പറയുന്നത്. അവർ 15,000-ഓളം മദ്രസകൾ അവർക്കുണ്ട് എന്നാണ് കണക്ക്. 2 ലക്ഷം മൊത്തം 2 ലക്ഷം ടീച്ചർമാർ മദ്രസകളിൽ, 40 ലക്ഷം വിദ്യാർത്ഥികൾ മദ്രസകളിൽ പഠിക്കുന്നുണ്ട് എന്നാണ്. ഈ ഖുവാമികൾക്ക് 64,000 വരെ മദ്രസകളുള്ളതായിട്ടും പറയുന്നുണ്ട്. അതിലേക്ക് 25,201 ആണ് കണക്കുകളിൽ കാണുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം ഈ കാഴ്ചയ്ക്ക് ശേഷം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ ഖുവാമി മദ്രസകളുടെ സംഘടന ഹെഫാസത്ത് ഈ ഇസ്ലാമും ആയിട്ടുള്ള കൂടിക്കാഴ്ചയെ പറ്റിയൊക്കെ അവർ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. 2001-2006 കാലത്ത് ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഭരിക്കുമ്പോൾ ആ സഖ്യത്തിൽ, ആ ഭരണകൂടത്തിൽ, ആ സർക്കാരിൽ ജമാഅത്തെ ഇസ്ലാമി പങ്കെടുത്തിരുന്നു.
ഓ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ നേരത്തെ ഭരണപരിചയമുണ്ട്. ഉണ്ട്. ആ. 2001, 2006 അവർ ഭരണത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം മുതൽ അവർ പ്രക്ഷോഭത്തിലാണ്, ഈ BNP ഒക്കെ ആയിട്ട് ഉള്ള പ്രക്ഷോഭത്തിലാണ്. അവാമി ലീഗ് ആണെങ്കിൽ ഈ പ്രക്ഷോഭത്തിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു, പാർട്ടിയും സംഘടനയും നിരോധിച്ചിരുന്നു. അവരുടെ വിദ്യാർത്ഥി വിഭാഗം ആയ ഇസ്ലാമി ഛാത്ര ശിബിറിനെ നിരോധിച്ചിരുന്നു. ഈ ഇസ്ലാമി ഛാത്ര ശിബിറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിൽ എത്തിയ ആളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആകും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ. വിദ്യാർത്ഥി സംഘടനയിൽ തുടങ്ങിയതാണ്. ഓഗസ്റ്റ് 1-ാം തീയതി ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു. പിന്നെ പ്രസിഡന്റും പട്ടാള മേധാവിയും ഒക്കെ ഇടക്കാല സർക്കാർ ഉണ്ടാക്കാനായിട്ട് ഷെയ്ഖ് ഹസീന പോയ ശേഷം ഇവരെ വെച്ച് ക്ഷണിച്ചു. ഇടക്കാല സർക്കാരിന് ഓഗസ്റ്റ് 5-ന് ഉണ്ടായി. അപ്പോൾ ഷഫീഖുർ റഹ്മാൻ പറഞ്ഞിരുന്നു. ഷഫീഖുർ റഹ്മാൻ അങ്ങനെ ഇടക്കാല സർക്കാർ ഉണ്ടായപ്പോൾ അതിനൊരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിരുന്നു, നമ്മൾ ഇനി ഈയ ഭിത്തി പോലെ നിൽക്കണം. ഈയ ഭിത്തിക്ക് എന്താണ് വലിയ ശക്തിയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ പറഞ്ഞ വാചകമാണ്. എ ലെഡ് വാൾ എന്നാണ് പറഞ്ഞിരുന്നത്. മുൻപ് വല്ലതും ഞാൻ നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാ മതമൗലികവാദികളും കൂടി ചേരുകയാണ് അവിടെ. ഈ ഖുവാമി മദ്രസകളുടെയൊക്കെ നേതാവ് ഹെഫാസത്ത് ഇസ്ലാമിൻ്റെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി മൗലാന അസീസുൽ ഹക്ക് പറഞ്ഞത്, ജമാഅത്തെ അമീർ, ഈ ഇപ്പോൾ പ്രധാനമന്ത്രിയാക്കാൻ ഇവരെ കൊണ്ട് നടക്കുന്ന ജമാഅത്തെ അമീർ മർക്കസ് നേതാക്കളെയൊക്കെ ഒന്നിച്ചിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ബാലറ്റ് യുദ്ധത്തിൽ നമ്മൾ ചേരണം. ഈ ബാലറ്റ് യുദ്ധത്തിൽ ചേരാതെ ഈ മതം മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ വ്രതം നോക്കുന്ന ആളാണ് എന്ന് ഇദ്ദേഹത്തിനൊരു നല്ല സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്. 900 ഭിന്നതകൾ ഉണ്ടെങ്കിലും നമ്മൾ ഒന്നിക്കണമെന്ന് ബംഗ്ലാദേശ് നിസാം ഇ ഇസ്ലാം നായബ് ഇ അമീർ മൗലാന അബ്ദുൾ മജീദ് അത്തറി എന്ന് പറഞ്ഞ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശരിയത്ത് മുഫ്തി അബൂ സഫർ ഖാസിമി ഖിലാഫത്ത് ആന്തോളൻ്റെ അമീറാണ്. അങ്ങേരും പറഞ്ഞിട്ടുണ്ട്, ഭൂതകാലമൊക്കെ നമ്മൾ മറക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതായത് ഈ അവാമി ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി ഭരിക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത്, നമ്മൾ തന്നെ ഭരിക്കണം. എന്നിട്ടാണ് ഈ എല്ലാ തിങ്കളും വ്യാഴവും ഈ അമീർ ഉപവസിക്കാറുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. മുഫ്തി അഷദുൽ ഇസ്ലാം ഹഫീസത്ത് ഈ ഇസ്ലാം നേതാവ് അങ്ങേരും ഈ അമീറിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അമീർ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ 2016-2019 ഈ സംഘടനയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറലായിരുന്നു അമീർ ആകുന്നതിന് മുമ്പ്. 2019 അമീർ ആയത്. സിൽഹട്ട് ജില്ലക്കാരനാണ്, സിൽഹത്ത് മേഖലയിൽ നിന്നുള്ള ആളാണ്. 1983 MBBS പാസ്സായി. 1977 ഈ ഛാത്ര ശിബിർ വിദ്യാർത്ഥി സംഘടന വഴി വന്ന ആളാണ്. അങ്ങേരുടെ ഭാര്യ ഡോക്ടർ അമീമ ബീഗം, അവരും ഡോക്ടറാണ്. അവരും ഇയാളെ പോലെ തന്നെ ഡോക്ടറാണ്. അവർ ഒരു സംവരണ സീറ്റിൽ MP-യുമായിരുന്നു മുമ്പ്. അപ്പോൾ രാഷ്ട്രീയം പറ്റി അവർക്ക് പരിചയമൊക്കെ അത്യാവശ്യമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ പോക്ക് എന്തായാലും ഒരു ശരിയായ ദിശയിലല്ല. സാർ, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ അവർക്ക് അവരുടേതായ കുറേ നിയമങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മത നിയമങ്ങൾ നടപ്പാക്കുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമായി അത് മാറുമോ? അത് മതരാഷ്ട്രമായിട്ട് മാറാനായിട്ടുള്ള പുറപ്പാടിലാണിപ്പോൾ. കാരണം അത് നമ്മളിനി ഈ ഭരണകൂടത്തിൽ ഏർപ്പെടണം എന്നാണല്ലോ. ഇപ്പം ഞാനിതിൻ്റെ അകത്ത് തന്നെ കുറേ ആളുകളുടെ പേര് പറഞ്ഞു, ഇത് കുറവാണ് താരതമ്യേന. പക്ഷെ എല്ലാവരും കൂടി ജമാഅത്തെ ഇസ്ലാമി അമീറിനെ പിന്തുണയ്ക്കുന്ന ഒരു കാലാവസ്ഥ. ഇത് ഇത്ര കാലം തുടരും എന്നുള്ള കാര്യമൊക്കെ വളരെ സംശയമാണ്. പക്ഷെ പാകിസ്ഥാനെ പോലെ അത്ര ഭീകരമാകാനായിട്ടുള്ള, അഫ്ഗാനിസ്ഥാനെ പോലെ ഭീകരമാകാനുള്ള സാധ്യത ഈ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അത് എത്രമാത്രം അവർക്കൊരു ശരീഅത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം വെച്ചിട്ടുള്ള ഭരണം കൊണ്ടുപോകാൻ കഴിയുന്നുള്ളത് കണ്ടറിയാണ്.
അപ്പോൾ എന്തായാലും ഈ ന്യൂനപക്ഷം ഹിന്ദുക്കളായ ന്യൂനപക്ഷക്കാർ അവിടെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നു? അല്ല, ഇന്ത്യ തൽക്കാലത്തേക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള പോളിസി മാത്രമേ സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇപ്പോൾ താൽക്കാലിക ഭരണകൂടമാണ്, മുഹമ്മദ് യൂനിസാണ്. മോദി അദ്ദേഹത്തിനെ വിളിച്ച് ഹിന്ദുക്കൾക്കെതിരെ ഉള്ള ഈ നീക്കങ്ങളിലൊക്കെ പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നു. അത് കഴിഞ്ഞ് വേണ്ട രീതിയിൽ ആക്ട് ചെയ്തു. കാളി ക്ഷേത്രത്തിൽ മുഹമ്മദ് യൂനിസ് നേരിട്ട് ചെല്ലുകയും ഈ ഫീലിങ്സ് അസ്വേജ് ചെയ്യാൻ, അതായത് വികാരങ്ങൾ തണുപ്പിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത്തരം നടപടികളൊന്നും ഈ ജമാഅത്തെ ഇസ്ലാമി പോലൊരു സംഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ. അത് ഇനിയുള്ള കാലത്ത് അങ്ങനെ നടക്കില്ല. പക്ഷേ ഈ അവാമി ലീഗ് ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BNP ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഈ പിന്തുണ മുഴുവൻ കൊടുത്തിരിക്കുന്നത് അമേരിക്കയാണെന്നുള്ളത് നമ്മൾ പല ചർച്ചകളിൽ നമ്മൾ അത് വ്യക്തമാക്കിയിരുന്നതുമാണ്. എങ്ങനെയാണത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഡൊണാൾഡ് ലുലു എന്ന് പറഞ്ഞ അവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി വിദേശകാര്യ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇടപെട്ടത്, അങ്ങേര് കസാഖ്സ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നേരത്തെ എങ്ങനെയാണ് ഇടപെട്ടിരുന്നത്, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടത്തുക എന്നുള്ളൊക്കെയുള്ള അങ്ങനെയുള്ള ശീലമാണ്. വിദ്യാർത്ഥികളെ മുമ്പിൽ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കയറുന്നൊക്കെ വേറെ ആളുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ പ്രബലപ്പെട്ടു വരുന്നു എന്നുള്ളത് ഇന്ത്യ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം അയലത്തൊക്കെ ഇത്തരം അവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.